ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഇന്ന് നടക്കുന്ന പ്രതിഷേധങ്ങൾ നമ്മളെല്ലാവർക്കും ഒരു വലിയ പാഠമാണ്. ആശങ്കകൾ ആദ്യമേ ഗൗരവമായി പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിൽ, സ്റ്റുഡൻസിന്റെ ശബ്ദം ആത്മാർത്ഥമായി കേൾക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യം ഒരു പക്ഷേ ഇത്രയും വഷളാക്കാതിരിക്കാമായിരുന്നു. ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധം ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ഒരു ശബ്ദത്തെ നമ്മൾ നിശബ്ദമാക്കാൻ ശ്രമിച്ചാൽ അതിന് പിന്നിലെ വികാരങ്ങൾ ഒരിക്കലും നമുക്ക് നിശബ്ദമാക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ 10 വർഷങ്ങളായി നിരവധി പേപ്പർ ലീക്സ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന യുവാക്കൾക്ക് ആത്മവിശ്വാസത്തോടെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഓരോ ദിവസവും പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡൽഹിയുടെ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ കരിയറിലും ബിസിനസ്സിലും ഒക്കെ സംഭവിക്കാവുന്ന ഒന്നാണ്. കേൾക്കപ്പെടാത്ത വികാരങ്ങൾ, പറയാതെ അടക്കി വെച്ച സമ്മർദ്ദങ്ങൾ, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ, അവയെല്ലാം ഒരു ദിവസം വലിയൊരു പൊട്ടിത്തെറിയായിട്ട് മാറും. മനുഷ്യരുടെ ആശങ്കകൾ, അവരുടെ വേദനകൾ അവഗണിക്കപ്പെടുമ്പോൾ അവ പലപ്പോഴും കൂടുതൽ ശക്തമായിട്ട് പുറത്തു വരും. സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നത് വികാരങ്ങളെ അടിച്ചമർത്തലല്ല, അവയെ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിനെ ഹെൽത്തി ആയിട്ട് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്ന് പരിശ്രമിക്കുകയും ചെയ്യലാണ്. ചിലപ്പോൾ ഒരാളെ ശ്രദ്ധയോടെ കേൾക്കാൻ നമ്മൾ ചിലവഴിക്കുന്ന ഏതാനും മിനിറ്റ്സ് പിന്നീട് ഉണ്ടാകാവുന്ന വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. നമുക്ക് കേൾക്കാൻ പഠിക്കാം, മനസ്സിലാക്കാം, മറ്റുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് പഠിക്കാം. താങ്ക് യു.